മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. സജി ചെറിയാൻ നടത്തിയത് വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ബോധപൂർവമായ വിദ്വേഷ പ്രസംഗമാണെന്ന് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പിന്നാലെയാണ് സജി ചെറിയാൻ കാസർകോട്ടെയും മലപ്പുറത്തെയും ജനപ്രതിനിധികളുടെ പേര് പറഞ്ഞ് വർഗീയ പരാമർശം നടത്തിയതെന്നും ഇത് CPM-ന്റെ കൃത്യമായ അജണ്ടയാണെന്നും AICC അംഗം രമേശ് ചെന്നിത്തലയും നിലപാട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണമായ അറിവോടെയാണ് ഇത്തരം പ്രസ്താവനകൾ പുറത്തുവരുന്നത്. വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് വരും തലമുറകൾ ചെയ്യുന്ന ക്രൂരതയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും അതുപോലെ രൂക്ഷമായ ഭാഷയിലാണ് ഈ സംഭവത്തെ വിമർശിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് മന്ത്രി സജി ചെറിയാന്റെ ഈ പുതിയ പ്രസ്താവന. മലപ്പുറത്തെയും കാസർഗോഡിനെയും ഉദാഹരണമാക്കി ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കി വർഗീയത അളക്കണമെന്ന മന്ത്രി സജി ചെറിയാന്റെ വാദം അത്യന്തം അപകടകരമാണ്. ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തന മികവിനേക്കാൾ ഉപരി സമുദായത്തിന്റെ പ്രതിനിധികളായി അടിസ്ഥാനത്തിലൊക്കെ വിലയിരുത്തുന്ന ആ രീതി രാഷ്ട്രീയ കേരളത്തിന് CPM-ന് അത് ചേർന്നതല്ല. കേരളത്തിന് ഇത് അപരിചിതമായ രീതി, ജനാധിപത്യ വിരുദ്ധവുമാണ്. കാസർഗോഡ് നഗരസഭയിലെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ സമുദായത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണിക്കുന്നത് വഴി മന്ത്രി സജി ചെറിയാൻ ലക്ഷ്യം വയ്ക്കുന്നത് കൃത്യമായ വർഗീയ ധ്രുവീകരണമാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആ സത്യവാചകത്തിന്റെ ലംഘനം കൂടിയാണ്. സമുദായത്തിന് ഭൂരിപക്ഷമില്ലാത്തവർ എവിടെ നിന്നാലും ജയിക്കില്ലെന്ന നിരീക്ഷണം അത് സജി ചെറിയാൻ എന്ന അപക്വമായ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ പ്രശ്നമാണ്. കേരളത്തെ ഉത്തർപ്രദേശിനോടും മധ്യപ്രദേശിനോടും ഉപമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരമൊരു ചേരിതിരിവ് CPM തന്നെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന സംശയമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒരു വശത്ത് പ്രസംഗിക്കുന്നത് മതനിരപേക്ഷതയെക്കുറിച്ച്, മറുവശത്ത് വോട്ടർമാരെയും ജനപ്രതിനിധികളെയും സമുദായത്തിന്റെ കളിയിൽ കൊണ്ടുപെടുത്തും. മന്ത്രിയുടെ പ്രകടിപ്പിക്കുന്ന സമുദായങ്ങൾ പരസ്പരം സംഘടിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു ജനങ്ങൾക്കിടയിൽ ഭയത്തിന്റെ ഒരു വിത്ത് പാകാൻ വേണ്ടി വികസനവും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഈ സമയത്ത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു മന്ത്രി തന്നെ ഇങ്ങനെ നിലപാടെടുക്കുന്നത് വലിയ പ്രതിഷേധം തന്നെയാണ്. ജാതി കാർഡിറക്കി വർഗീയ കാർഡിൽ കളിക്കുന്ന സംസ്ഥാനത്തിന്റെ മന്ത്രി. ആദ്യം AK ബാലനും ഇപ്പോൾ സജി ചെറിയാൻ പുറത്തുവിടുന്ന ഈ വിഷലിപ്തമായ പ്രസ്താവനകൾ കേരളത്തെ അപകടകരമായ അവസരങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്ന വർഗീയ ശക്തികൾക്ക് തീക്കൊള്ളി നൽകുന്ന ഈ നിലപാട് CPM-ന്റെ നാശത്തിന് മാത്രമേ ഉപകരിക്കൂ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി. സമുദായ നേതാക്കളുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടിലും വി ഡി സതീശൻ വ്യക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ വീണ്ടും പ്രതിപക്ഷ നേതാവ് വ്യക്തത വരുത്തുകയാണ്. അതും ഈ സജി ചെറിയാന്റെ വർഗീയ പരാമർശം തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ സജി ചെറിയാൻ വി ഡി സതീശനും NSS-ഉം SNDP-യും തമ്മിലുള്ള ബന്ധത്തെ വികലമാക്കി ചിത്രീകരിക്കുന്ന സമുദായ നേതാക്കളെ പ്രതിപക്ഷം മോശമായി പറയും. എന്നാൽ അവരോടുള്ള സമീപനത്തിൽ കൃത്യമായ അകലം, അന്തസ്സ് അതൊക്കെ പാലിക്കും. സമുദായ നേതാക്കൾക്ക് മുന്നിൽ ഇരുന്നാൽ മതി, കിടക്കേണ്ടതില്ല എന്ന തന്റെ നിലപാട് അത് ആവർത്തിച്ചു പ്രതിപക്ഷ നേതാവ്. നേതാക്കളെ കാണാൻ പോകുന്നത് ഒരു നിരങ്ങലാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഇനി തന്നെ ഒഴിവാക്കാൻ തയ്യാറാണെന്ന് വി ഡി സതീശൻ വ്യക്തമായ നിലപാടെടുക്കുന്നു. ചിലർക്കുള്ള സന്ദേശമാണ്, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിക്കടക്കം. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് നേടാനാണ് CPM ശ്രമിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. സജി ചെറിയാന്റെ പ്രസ്താവന ഗുരുതരമാണ്, ആപത്കരമാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് അത് കോൺഗ്രസിന്റെ നയം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, പാർട്ടി നയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വർഗീയ സംഘടനകളെ പറ്റി, വർഗീയതയെ എതിർക്കുക എന്നതിനാണ് കോൺഗ്രസിന്റെ നയം. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അതേസമയം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. SNDP-യും NSS-ഉം യോജിക്കുന്നതിൽ തനിക്കോ കോൺഗ്രസിനോ ഒരു പ്രശ്നമില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. NSS-ഉം SNDP-യും കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾക്കും സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്ക് തർക്കം വേണ്ട എന്നാണ് രമേശ് ചെന്നിത്തല ന്യായം പറയുന്നത്. വാക്ക് തർക്കത്തിന് പകരം UDF-നെ അധികാരത്തിലേക്ക് എത്തിക്കുക, CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിച്ച് UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടെത്തിക്കുക മാത്രമാകണം കോൺഗ്രസ് പ്രവർത്തകരുടെ ലക്ഷ്യമെന്നും നേതാക്കളുടെ ലക്ഷ്യമെന്നും എന്തായാലും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാൻ തൽക്കാലം UDF-ന് സമയമില്ലെന്നുമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാട്ടുന്നത്.